ഹലോ ഡിയേഴ്സ്, Yes. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 മാർക്സ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള 3 മാർക്സ് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. യെസ്, ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ? നോക്കാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഡയാറ്റംസിന്റെ ചോദ്യം അത് നമുക്കറിയാം, നമ്മുടെ ബയോളജി ക്ലാസിഫിക്കേഷൻ വരുന്നതാണ്. അപ്പൊ ഡയാറ്റംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ക്രൈസോവൈറ്റ്സിൽ വരുന്നതാണ് നമ്മുടെ ഡയാറ്റംസ് അല്ലേ. അപ്പൊ അവരുടെ ഈ ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞ സംഭവം പറയാറുണ്ട്. അതായത് ഇവർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ സെൽ വാൾ ഡിപ്പോസിഷൻ എല്ലാം താഴെ പോയിട്ട് സെഡിമെന്റ് ആവുകയും ചെയ്യും. ആ സെഡിമെന്റ് ആവുന്നത് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു കണ്ടീഷൻ, ആ സെഡിമെന്റ് ആവുന്ന കണ്ടീഷനാണ് നമ്മൾ ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുക. അത് നമ്മൾ എടുക്കും എന്താവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് ഫിൽട്രേഷൻ ഓഫ് ഓയിൽ, അതുപോലെ തന്നെ സ്റ്റോൺ പോളിഷിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അതുപോലെ നമ്മൾ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ ഈ സൗണ്ട് പ്രൂഫിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഈ സാധനം യൂസ് ചെയ്യാറുണ്ട്. ഏതെങ്കിലും രണ്ടെണ്ണമാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ എൻസിആറിൽ പറഞ്ഞേക്കുന്ന രണ്ട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് ഊതി പെരുപ്പിച്ച് എഴുതിയാലേ സംഭവം ആവും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, സെൽ തിയറി ഇസ് എ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ഓഫ് സെൽ ബയോളജി. ഹൂ പ്രപ്പോസ്ഡ് സെൽ തിയറി എന്നുള്ളതാണ്. ആരൊക്കെയാണ്? ഷ്ലീഡനും ഷ്വാൻ. യെസ്. ഇനി വാട്ട് ഇസ് ഓംനിസ് സെല്ലുല ഈ സെല്ലുല മീൻസ്? അതായത് പ്രീ എക്സിസ്റ്റിംഗ് സെല്ലിൽ നിന്നുമാണ് എന്ത് പുതിയ സെല്ലുകൾ ഉണ്ടാവുന്നത്, ന്യൂ സെല്ലുകൾ ഉണ്ടാവുന്നത് എന്നാണ് ഓംനിസ് സെല്ലുല ഈ സെല്ലുല എന്ന് പറയുന്നതുകൊണ്ട് റുഡോൾഫ് വിർഷോ ഉദ്ദേശിച്ചത്. റൈറ്റ് ദ 2 ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ സെൽ തിയറി. സെൽ തിയറി പറയുന്നത് എല്ലാ ഓർഗാനിസംസിന്റെ ബോഡി എന്ന് പറയുന്നത് സെല്ലുകൾ കൊണ്ടോ അതിന്റെ പ്രൊഡക്റ്റുകൾ കൊണ്ടോ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? പ്രീ എക്സിസ്റ്റിംഗ് സെല്ലിൽ നിന്നുമാണ് പുതിയ സെല്ലുകൾ ഉണ്ടാവുന്നത്. നമ്മുടെ മോർഫോളജിയിലെ ഫാമിലിന്റെ ചോദ്യമാണ് വന്നേക്കുന്നത്. നമുക്കറിയാം ഇവിടെ ആകെ നമുക്കൊരു ഫാമിലി പഠിക്കാറുള്ളൂ, നമ്മുടെ സൊളാനേസിയ ഫാമിലി ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി പൊട്ടറ്റോ ഫാമിലി എന്നൊരു പേരോടെ നമ്മൾ പറയാറായിട്ടുണ്ട്. ദെൻ ഇതിന്റെ എന്തെങ്കിലും ഫ്ലോറൽ കാറ്റഗറീസ് ഇതാണെന്ന് നോക്കിയാൽ നമുക്കറിയാം. പെറ്റൽസ് ആർ ഫ്യൂസ്ഡ് ആണ്, അതുപോലെ തന്നെ സെപ്പൽസ് ഫ്യൂസ്ഡ് ആണ്. പിന്നെ സ്റ്റേമൻസ് എന്ന് പറഞ്ഞാൽ എപ്പി പെറ്റാലസ് കണ്ടീഷൻ ആണെന്നുള്ള കാര്യം നമുക്ക് പറയേണ്ടി വരും. പെറ്റലിൽ അറ്റാച്ച് ചെയ്ത് സ്റ്റേമൻസ് ഇരിക്കുന്നത്. ആൻഡ് എന്തെങ്കിലും എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഫാമിലി അറിയാം. പൊട്ടറ്റോ ഫാമിലിയാണ് ഇത് അല്ലേ? ഫുഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പൊട്ടറ്റോ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഫുഡിന് വേണ്ടിയിട്ട്. ആൻഡ് ചില്ലി, നമ്മുടെ മുളകൊക്കെ ഇല്ല, അതൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടുബാക്കോ ആൻഡ് അശ്വഗന്ധ, ബെല്ലാഡോ, മെഡിസിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒക്കെ 1-2 എക്സാമ്പിൾ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ കേട്ടോ. അടുത്ത നമുക്ക് നോക്കാം. Define inflorescence, differentiate racemose and cymose inflorescence. അത് നമുക്കറിയാം, ഒരു ഫ്ലവർ അല്ലെങ്കിൽ ഒരു ഫ്ലവർ ബിയറിംഗ് ആക്സിസിനെയാണ് നമ്മൾ ഇൻഫ്ലോറസൻസ് പറയുക. ഫ്ലവർ ബിയറിംഗ് ആക്സിസിനെ, അതായത് ഫ്ലവർ ഉണ്ടാകുന്ന അറേഞ്ച്മെന്റ് നമുക്ക് പറയുന്ന കാര്യമാണ് നമ്മുടെ ഇൻഫ്ലോറസൻസ്. 2 ടൈപ്പാണ് നമുക്ക് കാണാൻ പറ്റുക, റെസിമോസ് ആൻഡ് സൈമോസ് എന്ന് പറയും. റെസിമോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റെം ഈസ് കണ്ടിന്യൂസ് ടു ഗ്രോ എന്നാണ് നമ്മൾ പറയുക. അതായത് ടിപ്പ് റീജിയനിൽ ഒരിക്കലും അവിടെ ഫ്ലവർ കാണൂല. പക്ഷേ സൈമോസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ടിപ്പ് റീജിയനിൽ ഫ്ലവർ ഉണ്ടാകും, അതുകൊണ്ട് തന്നെ ആ സ്റ്റെം പിന്നെ കണ്ടിന്യൂസ് ചെയ്യാനായിട്ട് പോകുന്നില്ല എന്നുള്ള. മുല്ലയുടെ ഏറ്റവും മുകളിലുള്ള മുട്ടായിരിക്കും ആദ്യം മെച്ചുവർ ആവുന്നത്, പിന്നെയാണ് യങ് വൺസ് താഴെ ഉണ്ടാവുക. അത് ഓർഡർ അക്രോപെറ്റൽ ആൻഡ് ബേസിക് ഓർഡർ എന്ന് പറയുന്നുണ്ട്. ദെൻ അടുത്തതാണ് നമ്മുടെ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉള്ള ചോദ്യമാണ്, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ചിത്രം തന്നിട്ട് തന്നെ നമുക്ക് ചോദിക്കും നമ്മൾ ഏതാണ് അറേഞ്ച്മെന്റ് എന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഇത് ആദ്യത്തെ നമുക്കറിയാം റേഡിയൽ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറന്റ് റേഡിയസിലായിരിക്കും ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് റൂട്ടിലാണ് നമുക്ക് കാണപ്പെടുന്ന കാര്യം അറിയാം. പിന്നെ അടുത്തതോ മിസ്സേ, അടുത്താണ് നമ്മുടെ കൺജോയിന്റ്, അതായത് സെയിം റേഡിയസിലാണ് സൈലോം ഫ്ലോയും വരുന്നത്. ഇനി ഇതിന്റെ ഇടയിൽ കാമ്പിയം ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ കൺജോയിന്റ് ഓപ്പൺ എന്ന് പറയും. ഇനി ഇല്ലെങ്കിൽ കൺജോയിന്റ് ക്ലോസ്ഡ് എന്ന് പറയും. എപ്പോഴും കാണാൻ പറ്റും. അതിന് വേറൊരു ഒരെണ്ണോടെ ഉണ്ട് കേട്ടോ, നമുക്ക് സി എന്ന് പറഞ്ഞ വേണം ഇവിടെ കൊടുക്കാം. ഏതാണ്? കൺജോയിന്റ് ക്ലോസ്ഡ് കാര്യമുണ്ട്. അവിടെ കാമ്പിയം ഉണ്ടായിരിക്കില്ല, അത്ര മാത്രം അവിടെ ഉള്ള ഒരു ഡിഫറൻസ്. ഓക്കെ, ദെൻ അടുത്തത്, based on the position of centromere, chromosomes can be classified into 4 types. ഏതൊക്കെയാണ് 4 എണ്ണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക് ഉണ്ട്, അതേപോലെ ആക്രോസെൻട്രിക് ആൻഡ് ടീലോസെൻട്രിക് എന്ന് പറയുന്ന 4 എണ്ണം. ഇനി എന്താണ് സാറ്റലൈറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെൻട്രോമിയർ എന്ന് കൂടാത്ത, സെൻട്രോമിയർ എന്ന് പറയുന്ന പ്രൈമറി കൺസ്ട്രക്ഷൻ കൂടാതെ ഒരു സെക്കൻഡറി കൺസ്ട്രക്ഷൻ കൂടി നമുക്ക് എന്താണ് ചില സ്പെസിഫിക് ലൊക്കേഷനിൽ നമുക്ക് ക്രോമസോമിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുവഴി ഉണ്ടാകുന്ന ചെറിയ ഒരു സ്ട്രക്ചർ അല്ലെ, ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സ്ട്രാ ആയിട്ട് കാണുന്ന ഒരു സ്ട്രക്ചറാണ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നമുക്കറിയാം മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. നമ്മുടെ ഈസ്റ്റുവേഷൻ ചോദ്യം. ആ ഒരു പെറ്റൽസും സെപ്പൽസും ആ ഒരു ഫ്ലോറൽ ബെഡിൽ അറേഞ്ച് ചെയ്ത പാറ്റേൺ ഒക്കെ ഉണ്ട്. ആ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് അങ്ങനെ തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ആൻഡ് സെപ്പൽസ് ആൻഡ് പെറ്റൽസ് ഓൺ ഫ്ലോറൽ ബെഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈസ്റ്റുവേഷൻ ആയി. അതുപോലെ 4 മേജർ ടൈപ്പുകൾ ഉണ്ടാവും. എഴുതിക്കും 4 ടൈപ്പ് എന്ന് പറയും. ഒന്ന് വാൽവേറ്റ് ആണ്, വാൽവേറ്റ് ഈസ്റ്റുവേഷൻ നമുക്കറിയാം. ആൻഡ് ടിസ്റ്റഡ് ഈസ്റ്റുവേഷൻ ആണ് അടുത്ത് കാണുന്നത്. അടുത്തതാണ് നമ്മുടെ ഇംബ്രിഗേറ്റ് ഈസ്റ്റുവേഷൻ. ഒരു ലാസ്റ്റ് ആണ് നമ്മുടെ വിക്സിലറി ആണെന്ന് ഒരു കഴിയും. ഓക്കെ, അപ്പൊ ഇതാണ് ആ മേജർ ആയിട്ടുള്ളത്. ഇതിന് ചിത്രം തന്നെ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഡെഫിനിഷൻ വേണ്ടി ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അത് പുറത്ത് വെച്ച് കൊടുക്കുക. അടുത്തത്, observe the figure given below, identify the organelle and write its 2 functions എന്നാണ്. ഇത് ഏതാണ്? ഇത് നമ്മുടെ ഗോൾജി കോംപ്ലക്സ് ആണ് അല്ലെ, ഗോൾജി അപ്പാരറ്റസ് ആണ്. ഗോൾജി അപ്പാരറ്റസ് ആണ്. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഒന്ന് മെയിൻ ആയിട്ട് മെറ്റീരിയൽസിന്റെ ഒക്കെ പാക്കേജിങ് അല്ലെ, പാക്കേജിങ് ഓഫ് മെറ്റീരിയൽസ് ആണ് ഒരു ജോലി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്ലൈക്കോ പ്രോട്ടീൻസിന്റെയും ഗ്ലൈക്കോ ലിപ്പിഡ്സിന്റെയും ഒക്കെ മേജർ സൈറ്റ് ഓഫ് സിന്തസിസ്, അവരെ ഉണ്ടാക്കുന്ന മേജർ സൈറ്റ് എന്ന് പറയുന്നത്
പറയുന്നതും ആരാണ്? ഗോൾജി കോംപ്ലക്സ് അല്ലെ ഗോൾജി അപ്പാരറ്റസ് തന്നെയാണ്. ഈ ചിത്രം എന്തായിരിക്കും ചോദിക്കുക? അത് ഏതിനെ ചോദിക്കാം, ചിലപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ സ്ട്രക്ചർ ചോദിക്കാം, അതും ഒരു ക്വസ്റ്റൻ ആയിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളിപ്പോ പറഞ്ഞ ഫാമിലിന്റെ കേസ് തന്നെയാണ്. ഇത് കണ്ടാലും നമുക്കറിയാം 5 5 5 എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്, സോളാനിയസ് തന്നെയാണെന്നുള്ള കാര്യം അറിയാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ഗൈനീഷ്യത്തിന്റെ എന്തെങ്കിലും ഒരു പെക്യുലാരിറ്റി ആണ്. ഒന്ന് അവിടെ കണ്ടറിയാം, നമുക്ക് അവിടെ സുപ്പീരിയർ ഓവറിയാണ്, അതായത് അടിയിലാണ്, ജീന്റെ അടിയിലാണ് വര വന്നേക്കുന്നത്, സുപ്പീരിയർ ഓവറി ആണെന്ന് അറിയാം. അതിന്റെ മെനി ഓവ്യൂൾസ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി, 2 അല്ലെങ്കിൽ മെനി ഓവ്യൂൾസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അത് ഫ്യൂസ്ഡ് കണ്ടീഷൻ ആണ്, അതാണ് ബ്രാക്കറ്റ് അവിടെ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് തന്നെ കണ്ടോ മിസ്സേ, ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ പഠിച്ചു പോകേണ്ട കാര്യമൊന്നും അവസ്ഥയാണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അനാട്ടമിയിൽ ഇതുപോലെ പാർട്സ് ലേബൽ ചെയ്യാനായിട്ട് ഏത് വേണേലും തരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാം നോക്കി വെച്ചിട്ട് പോകാവുള്ളൂ. ഔട്ടർ എപ്പിഡെർമിസ് നമുക്കറിയാം ഏതിന്റെയാണ്, നമ്മുടെ റൂട്ടിന്റെ എപ്പിഡെർമിസ് ആണ് തന്നിരിക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞാൽ ഡൈക്കോട്ട് റൂട്ടിന്റെ എപ്പിഡെർമിസ് ആണ്, കോട്ടക്സ് ആണ്, ബി എന്ന് പറയുന്നത് കോട്ടക്സ് ആണ്. അത് കഴിഞ്ഞ് എൻഡോഡെർമിസ് കാണാം, പെരിസൈക്കിൾ കാണാം, അതിന്റെ ഉള്ളിലായിട്ട് സൈലം. ആൻഡ് ഡി എന്ന് പറയുന്ന പോർഷൻ നമുക്കറിയാം സൈലത്തിന് ഇടയ്ക്കായിട്ട് ഫ്ലോയും കാണാൻ പറ്റും. അവിടെ അറേഞ്ച്മെന്റ് കണ്ടാൽ അറിയാം, റേഡിയൽ അറേഞ്ച്മെന്റ് ആണ്, 2 to 4 കണ്ടീഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ 2 മാർക്കിനോ 3 മാർക്കിനോ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. പിന്നെ അടുത്താണ് മോർഫോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 3 മാർക്കിൽ എപ്പോഴും ചോദിച്ചു കാണുന്നതാണ് ആ പൊസിഷൻ ഓഫ് ഓവറിനെ വെച്ചിട്ട് 3 ആയിട്ട് തിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്, ആ ലൈൻ വെച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒന്ന്, ഇവിടെ ആ ഓവറിന്റെ സെൻട്രൽ കൂടെ ഒരു ലൈൻ പാസ് ചെയ്യണം. ലൈൻ പാസ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും എഴുതരുത്, അതായത് അതർ പാർട്സ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുള്ള നമുക്ക് പെരിഗൈനസ് കണ്ടീഷൻ എന്ന് പറയും. അവിടെ ഓവറി ഹാഫ് ഇൻഫീരിയർ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഇനി അടുത്ത സ്റ്റേജിലാണെങ്കിൽ നമ്മൾ കണ്ടോ ഓവറി താഴെ വന്ന് ബാക്കിയുള്ള പാർട്സ് എല്ലാം മുകളിലാണ്. അപ്പൊ അത് എപ്പിഗൈനസ് കണ്ടീഷൻ. അപ്പൊ ഓവറി എന്തായിപ്പോയി? ഇൻഫീരിയർ ആയിപ്പോയി പാവം അല്ലെ. ഇനി അടുത്താണ് നമുക്കറിയാം, ഇവിടെ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്, നമുക്കറിയാൻ പറ്റും ഓവറി മേളിലും ബാക്കിയുള്ളവരെല്ലാം എന്ത് പോയി താഴേക്കും പോയി. അപ്പൊ അത് ഹൈപ്പോഗൈനസ് കണ്ടീഷൻ, സുപ്പീരിയർ ഓവറി എന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റും. യെസ്, അനലൈസ് ദി ഡയഗ്രാംസ് ഗിവൻ ബിലോ റെപ്രസെന്റിംഗ് 2 സ്റ്റേജസ്. 2 സ്റ്റേജസ് തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദി സ്റ്റേജസ് എ ആൻഡ് ബി എന്നാണ് പറഞ്ഞത്. റൈറ്റ് 2 key features of each stages. അപ്പൊ നമുക്കറിയാം മെറ്റാഫേസ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ക്രോമസോമുകൾ ഈ പറയുന്ന പോലെ ഇക്വേറ്ററിൽ വന്ന് ഇക്വറ്റോറിയൽ പ്ലെയിനിൽ വന്നിട്ട് അറേഞ്ച് ചെയ്തിട്ട് മെറ്റാഫേസ് പ്ലേറ്റ് ഫോം ചെയ്യുന്നു. യെസ്, ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു, സ്പിൻഡിൽ ഫൈബേഴ്സ് കൈനറ്റോകോറിലേക്ക് അറ്റാച്ച് ചെയ്യുകയും ചെയ്യും. അനാഫേസിൽ, ഇതാണ് നമ്മുടെ അനാഫേസ് എന്ന് പറയുന്നത്. അനാഫേസിൽ നമ്മൾ പറഞ്ഞ പോലെ ക്രൊമാറ്റിഡുകൾ സെപ്പറേറ്റ് ആവുന്നു, സെൻട്രോമിയർ സ്പ്ലിറ്റ് ആവുന്നു, ആൻഡ് 2 പോളിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ ആ ഫീച്ചേഴ്സ് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് സെറ്റായി. ഓക്കെ, ദെൻ അനാട്ടമിക്കൽ ഫീച്ചേഴ്സ് കൊടുത്തേക്കുവാണ്. ഇത് ഏതൊക്കെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് ചോദ്യം ഇതാണ്, നെയിം ദ 2 സ്പെസിമെൻസ്. ഇത് ഏതൊക്കെയാണെന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ അതിലേക്കുള്ളൊരു യാത്രയാണ്. സൈലം ഈസ് എൻഡാർ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇതേതാണ്, നമ്മുടെ സ്റ്റെം ആണെന്നുള്ള കാര്യം നമുക്ക് ഇവിടെ കിട്ടി. അപ്പൊ ഏത് സ്റ്റെം ആണെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. സ്റ്റെം ആണ്, പക്ഷേ ക്യാമ്പിയം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ക്യാമ്പിയം ഉണ്ടെങ്കിൽ അത് ഡൈക്കോട്ടിലായിരിക്കും. ഡൈക്കോട്ട് സ്റ്റെം ആണ് ഒരാളെന്നുള്ള കാര്യം അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സാർക്ക് എന്ന് പറയുമ്പോൾ അത് റൂട്ട് ആണ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടി. എന്തിന്റെ റൂട്ടാണെന്ന് അറിയില്ല, ആണെന്നുള്ള ഐഡിയ കിട്ടി. ആൻഡ് സൈലം ഇസ് റൗണ്ട് ഇൻ ഷേപ്പ്, അത് രണ്ടിലും ഒരുപോലെ ആയതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. ലാർജ് നമ്പർ ഓഫ് വാസ്കുലർ ബണ്ടിൽസ് അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഡൈക്കോട്ടിന്റെ ഫീച്ചേഴ്സിൽ വരുന്നതാണ്. ദെൻ മോർ ദാൻ 6 റേഡിയൽ വാസ്കുലർ ബണ്ടിൽ എന്ന് പറയുമ്പോൾ അത് നമുക്ക് മോണോകോട്ട് റൂട്ട് ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് അവിടെ എന്ത് ചെയ്തു, ഐഡിയ കിട്ടി. ഇനി ഇതെല്ലാം പേർക്ക് എടുത്ത് കറക്റ്റ് ആയിട്ട് ഓരോ ഇടുക എന്നുള്ളത് മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യാനുള്ളൂ, ചെയ്യാനായിട്ടുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, അറിയുക. അപ്പൊ ഇന്ന് ആലോചിക്കുക, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതും എല്ലാം സിമ്പിൾ ആയിട്ട് കുറച്ചൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് തന്നെ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഈ പേജിൽ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നു. അപ്പൊ മനസ്സിലായി ഇങ്ങനെയൊക്കെ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ. അനാട്ടമിന്ന് ശരിക്കും ഡിഫറൻസുകൾ വെച്ച് പഠിച്ചാൽ മതി. ഇപ്പൊ ഈ കുറച്ച് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നിങ്ങൾ ഇതുപോലെ തന്നെ നമ്മുടെ 2 മാർക്സിന്റെ 1 മാർക്കിന്റെ വീഡിയോസ് കാണുക. അതിലും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടി കണ്ടുപോയാൽ മാരത്തോൺ വരണ്ടേ, 7 മണിക്ക് നടക്കാണ്, 7 മണി തൊട്ട് 12 മണി വരെ നിലയ്ക്കാത്ത ഒരു ചാപ്റ്ററുകളുടെ. അപ്പൊ ഞങ്ങൾ എല്ലാവരും അതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, ഞാൻ ഗൗതമി മിസ്, അതുപോലെ തന്നെ അസ്ലം സാർ അല്ലല്ലോ, ഇർഫാൻ സാർ ഉണ്ടാവും, PV സാർ ഉണ്ടാവും, അശ്വിനി മിസ് ഉണ്ടാവും, എല്ലാവരും കൂട്ടിയിട്ട് നിങ്ങളെ പഠിപ്പിച്ചെടുക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് വരിക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുക. അപ്പൊ നമുക്കിനി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.